വർഷങ്ങളുടെ കാത്തിരിപ്പ് സഫലമാകുന്നു. പുന്നിയൂരിൽ ആധുനിക രീതിയിൽ സജ്ജമാക്കുന്ന പഞ്ചായത്ത് ആലാപാലം വാതക ശ്മശാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജനുവരി 2-ന് NK അക്ബർ MLA നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലാപാലം പ്രദേശത്ത് 50 വർഷത്തിലേറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്മശാനമാണ് 1,25,53,000 രൂപ ചെലവഴിച്ച് നവീകരിക്കുന്നത്. 10 ലക്ഷം രൂപ ചെലവഴിച്ച് ചുറ്റുമതിലിന്റെ 3 ഭാഗത്തെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിനായി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അനുമതികൾ ലഭിച്ചിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബഹുവർഷ പദ്ധതിയായിട്ടാണ് ശ്മശാന നിർമ്മാണ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഭൂപ്രകൃതിയൊരുക്കൽ, മതിൽ, കമാനം, വൈദ്യുതീകരണം, സംസ്കരണ ഉപകരണങ്ങൾ വാങ്ങൽ തുടങ്ങിയ പ്രവൃത്തികൾക്കായി തുക വകയിരുത്തിയിട്ടുണ്ട്. 6 മാസ കാലയളവിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പഞ്ചായത്ത് പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾക്കും അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ടവർക്കും പൂർണ്ണമായും സൗജന്യമായി ശ്മശാനത്തിൽ സേവനം നൽകുമെന്നും നിലവിൽ ശ്മശാനം ഉപയോഗപ്പെടുത്തിയവർ അസ്ഥികൾ പെറുക്കി നിമജ്ഞനം ചെയ്യുന്നത് ജനുവരി 10-ന് മുൻപായി അവസാനിപ്പിക്കണമെന്നും TV സുരേന്ദ്രൻ അറിയിച്ചു. 2020 അധികാരത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി പുന്നയൂരിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തുടക്കം കുറിക്കുകയാണ്. 10-60 കൊല്ലമായി പ്രവർത്തിക്കുന്ന ശ്മശാനമാണ്. അത് വാതക ശ്മശാനമാക്കി നവീകരിക്കുന്നതിന് കാലങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് വാതക ശ്മശാനം ആകണം എന്നുള്ളത്. വാതക ശ്മശാനമാക്കി നവീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ഈ ജനുവരി മാസം 2-ാം തീയതി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കുക. 1.25 കോടി രൂപ ചിലവഴിച്ചാണ് ഇത് നിർവഹിക്കപ്പെടുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം.